സതീശ, അതേ ഹെലികോപ്റ്റർ എന്ത് നാണക്കേടാണിത്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് ഒരു തീരുമാനമെടുത്തിരുന്നു. 2021 ഏപ്രിലാണ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനായി പോലീസ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിക്കാതെയാണ് പിണറായി സർക്കാർ ഈ ഹെലികോപ്റ്റർ വാങ്ങിയത്. പവൻസ് ഹാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നുമാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. പക്ഷേ അത് വലിയ വിവാദമായതോടുകൂടി ആ ഹെലികോപ്റ്റർ സർവീസ് മാറ്റിവെച്ചു. 22,21,00,000 രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത ഇനത്തിൽ സർക്കാരിന് ചിലവായത്. അതായത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഹെലികോപ്റ്റർ ടെൻഡർ വിളിക്കാതെ വാങ്ങുകയും 22,21,00,000 രൂപ നമ്മുടെ നികുതി പണത്തിന് ധൂർത്തടിച്ച് കളയുകയും ചെയ്തത്. ഇനി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ടെൻഡർ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. അതായത് എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എന്നാണ് സർക്കാർ പറഞ്ഞ ആദ്യത്തെ കാര്യം. മാവോയിസ്റ്റ് വേട്ടയ്ക്ക് കേരളത്തിൽ ഒരു ഹെലികോപ്റ്റർ അടിയന്തര ആവശ്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് 6ഓളം മാവോയിസ്റ്റുകളെ വേട്ടയാടി കൊന്നിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഹെലികോപ്റ്റർ വിട്ടുതരാമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി ചിപ്സൺ ഏവിയേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും രണ്ടാം പിണറായി സർക്കാർ വീണ്ടും ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. മാവോയിസ്റ്റ് വേട്ടയാണ് ആദ്യമായി പറഞ്ഞ കാര്യം. രണ്ടാമതായി പറഞ്ഞത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ പോകേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് VIP യാത്രകൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കണം, അതുകൊണ്ട് ഹെലികോപ്റ്റർ ആവശ്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യപരമായ രക്ഷാപ്രവർത്തനം, ഉദാഹരണമായി കരള്, ഹൃദയം ഒക്കെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഹെലികോപ്റ്റർ ആവശ്യമാണ്. ഇങ്ങനെ 4 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് ഇത്തരത്തിലൊരു റെക്കമെൻഡേഷൻ സർക്കാരിന് കൊടുക്കുന്നതും അത് അംഗീകരിച്ചുകൊണ്ട് ചിപ്സൺ ഏവിയേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും രണ്ടാം പിണറായി സർക്കാർ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതും. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. പോലീസിന് വേണ്ടിയാണ് ഇത്തരമൊരു ഹെലികോപ്റ്റർ എടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, അത് പവൻ ഹാൻസ് ലിമിറ്റഡ്, അതിൽ നിന്നാണ് ആ പവൻ ഹാൻസ് ലിമിറ്റഡിൽ നിന്നാണ് വാടകയ്ക്ക് എടുക്കുന്നത്. അത് കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാനും ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചു തന്നെയാണ് ഈ തീരുമാനം. അത് വളരെ വിശദമായി ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനം തന്നെയാണ്. ഈ ഹെലികോപ്റ്ററിന്റെ മാസ വാടക എത്ര ലക്ഷം രൂപയാണ്? 80 ലക്ഷം രൂപ. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഹെലികോപ്റ്ററിന് 80 ലക്ഷം രൂപയാണ് രണ്ടാം പിണറായി സർക്കാർ പ്രതിമാസം കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഈ ഒരു ഹെലികോപ്റ്റർ ഒരു മാസം 25 മണിക്കൂർ പറക്കണം എന്നായിരുന്നു ഒരു വ്യവസ്ഥ. ഇനി 25 മണിക്കൂർ പറന്നില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ പ്രതിമാസം ചിപ്സൺ ഏവിയേഷൻ ലിമിറ്റഡിന് സർക്കാർ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല 25 മണിക്കൂർ ഉപയോഗിച്ചെന്നിരിക്കട്ടെ, ഇനി 26ാമത്തെ മണിക്കൂർ കൂടി ഉപയോഗിക്കേണ്ടി വന്നാൽ, 1 മണിക്കൂർ അധികം പറക്കേണ്ടി വന്നാൽ 90,000 രൂപ ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുക്കേണ്ടി വരും. അതായിരുന്നു എഗ്രിമെന്റ്. ഈ ഒരു ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇനി ഉയരാനുള്ള ഒരു തരത്തിലെ വിമർശനവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 5 വർഷത്തേക്കാണ് രണ്ടാം പിണറായി സർക്കാർ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്. ആ വാടകയ്ക്ക് എടുക്കുന്നതിന്റെ കരാർ 2026 ഓഗസ്റ്റിൽ അവസാനിക്കും. അതായത് ഇപ്പോൾ ജൂലൈ ആണല്ലോ, 2026 അടുത്ത മാസമാണ് ഈ കരാറിന്റെ അന്ത്യം. അതുവരെ 80 ലക്ഷം രൂപ നമ്മുടെ പൊതു ഖജനാവിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ ഇടപാടിൽ 2 തവണയും പ്രതിപക്ഷം
ശക്തമായി രംഗത്ത് വന്നു. പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ആരാണ്? അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ. കൃത്യമായി ഡേറ്റ് പറഞ്ഞാൽ 2023 ഓഗസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് സംസ്ഥാനത്തെ ധൂർത്തടിക്കുന്ന ഒരു നടപടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എന്ന് മുഖ്യമന്ത്രി ക്ലിയർ കട്ടായി വ്യക്തമാക്കണം. നമ്മുടെ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്ന ധൂർത്താണ് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ ഹെലികോപ്റ്റർ ഇടപാട് നിർത്തണം എന്ന് 2023 സതീശൻ അതിശക്തമായി ആവശ്യപ്പെട്ടത്. പിന്നെ നമ്മൾ കാണുന്നത് ഇതേ സതീശനെ 2024 ഫെബ്രുവരി 19 ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന സതീശനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആരായി? അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ കൊണ്ടും തീർന്നില്ല. സതീശൻ ഈ വിമർശിച്ചതിന്റെ തൊട്ടു പിറ്റേ വർഷം ഈ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി. 2023 ഈ ഹെലികോപ്റ്ററിനെതിരായിട്ട് വലിയ തോതിൽ സതീശൻ ബഹളം വെച്ചത്. ഇനി 2025 ജൂണിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും സതീശൻ ഈ ഹെലികോപ്റ്ററിനെതിരായിട്ട് രംഗത്ത് വരുന്നു. സതീശൻ പറയുന്നത് പ്രതിമാസം 80 ലക്ഷം രൂപ നമ്മുടെ പൊതുഖജനാവിൽ നിന്നും കട്ടുമുടിക്കുന്ന ഈ ഹെലികോപ്റ്റർ അടിയന്തരമായി റദ്ദാക്കണം, ഇതിന്റെ കരാർ മുഴുവൻ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് ആഞ്ഞടിച്ചു. അതേ സതീശനാണ് ഇപ്പോൾ കള്ളാടി ദുരന്തത്തിൽ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയത്. അതേ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയത് അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ദൃശ്യങ്ങൾ കാണാം. തെരച്ചിൽ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള? ഇനി സതീശൻ മാത്രമാണോ ഈ ഹെലികോപ്റ്റർ ഇടപാടിന് എതിരായിട്ട് രംഗത്ത് വന്നത്? അല്ല, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഘോരമാണ് നിയമസഭാ സമ്മേളനത്തിൽ ഈ ഹെലികോപ്റ്ററിനെതിരായിട്ട് അങ്ങനെ കത്തിക്കേറിയത്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കേൾക്കാം. ദൂർത്തും അഴിമതിയും വികലമായ സാമ്പത്തിക നയം മൂലം സംസ്ഥാനം ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയിൽ ഏർപ്പെടുന്നു. സാർ, ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി മുഖ്യമന്ത്രി കാണിക്കുന്നത്? ഇവിടെ ഹെലികോപ്റ്ററിന് വാടക 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? ആരും മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ? അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ വേണമെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് നേവിയുടെ ഹെലികോപ്റ്റർ നമുക്ക് കിട്ടും. എന്തിനാണ് ഈ വാടക ഇങ്ങനെ കൊടുക്കുന്നത്? ഒരു കാര്യമില്ലാതെ. തീർന്നില്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വി ഡി സതീശൻ ഈ നിലപാടൊന്നും മയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് ഹെലികോപ്റ്റർ പഠിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം നമുക്ക് ആവശ്യമാണ്, കാരണം പൈലറ്റുകളെ വാർത്തെടുക്കാനുള്ള ഒരു കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ കൂടി കേൾക്കാം. പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഏവിയേഷൻ പോളിസി. ഇതെല്ലാം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന്, എക്കണോമിക് ആക്ടിവിറ്റി പ്രചോദിപ്പിക്കുന്നതിന്, ഉത്തേജിപ്പിക്കുന്നതിന്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ശ്രീ നജീവ് കാന്തപുരം ചോദിച്ചതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ തുടങ്ങാൻ പറ്റും. നമുക്ക് തന്നെ പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാൻ പറ്റും. പൈലറ്റ്സിന് ലോകത്തെ എല്ലായിടത്തും ഭയങ്കരമായ ക്ഷാമമാണ്. ഹെലികോപ്റ്റർ പൈലറ്റുകളെ കിട്ടാനില്ല. അപ്പൊ ഹെലികോപ്റ്റർ പൈലറ്റുകളെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രം ഉണ്ടാവും. സിമുലേറ്റർ അധിഷ്ഠിതമായ ഈ പരിശീലന ക്രമങ്ങളാണ് തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത
ഈ ഏവിയേഷൻ പോളിസിയിൽ ഉണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. ഇങ്ങനെ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഈ ഹെലികോപ്റ്റർ ഇടപാടിനെ കടന്നാക്രമിക്കുകയും ഭരണപക്ഷത്തായിരിക്കുമ്പോൾ അതിൽ കയറി സുഖിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പല്ലേ UDF കാണിക്കുന്നത്. ഇനി സതീശൻ മാത്രമാണോ ഇതിൽ കയറിയത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമല്ല. ഇതേ ഹെലികോപ്റ്ററിലാണ് മന്ത്രി സിദ്ദിഖും മന്ത്രി AP അനിൽകുമാറും കള്ളാടിയിലേക്ക് പോയത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കറിയാമല്ലോ, അതുകൂടി കണ്ടിട്ട് വരാം. അങ്ങനെ എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ UDF സ്വീകരിക്കുന്നത്. പിണറായി വിജയന്റെ കാലത്ത് പോലീസ് എടുത്തിട്ടുള്ള ഈ 2 ഹെലികോപ്റ്റർ ഇടപാടിനെയും ശക്തിയുക്തം നഖശിഖാന്തം എതിർത്ത നേതാക്കളാണ് ഇപ്പോൾ അതേ ഹെലികോപ്റ്ററിൽ തെക്കുവടക്ക് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല 2026 ഓഗസ്റ്റിലാണല്ലോ ഇതിൻ്റെ കരാർ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ DGP ആയിട്ടുള്ള റവിഡ ചന്ദ്രശേഖർ VD സതീശൻ സർക്കാരിന് ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ ഇടപാടിൻ്റെ കരാർ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല, നീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് റവിഡ ചന്ദ്രശേഖരൻ ഒരു ശുപാർശ VD സതീശന് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം ഇപ്പോൾ ജൂലൈ 9-ാം തീയതിയാണ് ഇന്ന്. ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് വിരലെണ്ണാവുന്ന സമയം മാത്രമേ ഉള്ളൂ. അന്ന് ഘോരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഹെലികോപ്റ്ററിനെതിരെ തെറിവിളിച്ച് നടന്ന VD സതീശൻ രവിഡ ചന്ദ്രശേഖരന്റെ ഈ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ഈ ഹെലികോപ്റ്റർ ഇടപാട് തുടരുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അവിടെയാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടത്. ഈ ഹെലികോപ്റ്റർ പ്രതിമാസം 80 ലക്ഷം രൂപ മുടക്കി സതീശൻ ഈ കരാർ നീട്ടുമോ, അതോ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ ഈ പറയുന്ന വായിട്ടലച്ച് നമ്മുടെയൊക്കെ ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ വായിട്ടലച്ച് ആ വാക്കൊക്കെ വെറും വാക്കാകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കാത്തിരിക്കുക, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിലപാടുകളുടെ രാജകുമാരൻ എന്ത് നിലപാടെടുക്കും? ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ മാസം 80 ലക്ഷം രൂപ കട്ടുമുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അതേ നിലപാടുകളുടെ രാജകുമാരൻ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.